Yes, crypto is banned in India and Bitcoin is an illegal digital currency. ക്രിപ്റ്റോകറൻസിയെ സ്നേഹിക്കുന്ന, ഇതിൽ വളരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഒരു റിക്വസ്റ്റ് ആണത്. അതുപോലെ എന്നെയും ക്രിപ്റ്റോ ട്രൈബിനെയും ഏറ്റെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള കരുതലും കൂടിയാവാം. 2018 ക്രിപ്റ്റോ കറൻസി എനിക്ക് വെറും ഒരു സ്കാം ആയിരുന്നു. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്കീമിലേക്കോ മണി ചെയിൻ സിസ്റ്റത്തിലേക്കോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഇതൊരു ബബിൾ സിസ്റ്റം ആണ് എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് 2018 RBI ഇന്ത്യയിൽ ക്രിപ്റ്റോ ബാൻ കൊണ്ടുവരുന്നത്. അത് എന്നെ പോലെയുള്ളവരുടെ മണ്ടൻ വിശ്വാസങ്ങളെ കുറച്ചുകൂടി ഉറപ്പു നൽകുന്നതായിരുന്നു. യെസ്, ക്രിപ്റ്റോ ഇസ് ബാൻഡ് ഇൻ ഇന്ത്യ ആൻഡ് ബിറ്റ്കോയിൻ ഇസ് ആൻ ഇല്ലീഗൽ ഡിജിറ്റൽ കറൻസി. സതോഷി നാക്കമോട്ടോ ബിറ്റ്കോയിൻ പബ്ലിഷ് ചെയ്ത് ഏകദേശം 10 വർഷത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയെയും ബിറ്റ്കോയിനെയും അപ്പാടെ തുടച്ചു മാറ്റാൻ തീരുമാനിക്കുകയാണ്. അന്ന് മുതൽ നമ്മൾ ആരും അറിയാതെ പോയ ഒരു യുദ്ധം ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. എ ഡിജിറ്റൽ വാർ. ഇന്ത്യൻ ക്രിപ്റ്റോ റവല്യൂഷന് ഒരു പുതിയ മുഖം സമ്മാനിച്ച് ഒരു വലിയ ജനവിഭാഗങ്ങളിലേക്ക് ക്രിപ്റ്റോ കറൻസി എത്തിച്ച് സുതാര്യമായ ആശയങ്ങളിലൂടെ വളരെ ഈസിയായി ക്രിപ്റ്റോ കറൻസിയെ ഉപയോഗിക്കാൻ സഹായിച്ച വാസിറക്സ് എന്ന എക്സ്ചേഞ്ചിന്റെ CEO നിഷൽ ഷെട്ടി തുടങ്ങി വെച്ച ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോ ക്യാമ്പയിന് ഇന്ന് ഏകദേശം 1000 ദിവസം പിന്നിടുകയാണ്. വ്യക്തമായ ഒരു മുൻകരുതലോ ഒരു മുന്നറിയിപ്പോ ഇല്ലാതെ 2018 ക്രിപ്റ്റോ കറൻസി അപ്പാടെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ RBIയുടെ സർക്കുലർ പ്രകാരം വന്ന ബാനിൽ പേടിച്ച് ഇന്ന് പല വൻകിട വ്യവസായികളും പല വൻകിട എക്സ്ചേഞ്ചുകളും ഇന്ത്യയിൽ നിന്ന് കാണാതായ സമയത്ത് പോലും ഹി സ്റ്റുഡ് വിത്ത് ഇന്ത്യൻ ക്രിപ്റ്റോ. ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസിക്കും ഇന്ത്യയിലെ ക്രിപ്റ്റോ എന്തൂസിയസ്റ്റിനും വേണ്ടി വാസിറക്സിന്റെ കൂടെ നിശ്ചൽ തെരഞ്ഞെടുത്ത ആ ഡിജിറ്റൽ വാർ ഇന്നത്തേക്ക് 1000 ദിവസം പിന്നിടുകയാണ്. ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോ എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗിലാവാനുള്ള കാരണം നിശ്ചൽ ഷെട്ടി, ദ CEO ഓഫ് വാസിറക്സ്, വാസന്റ് റെഡി ടു ഗിവ് അപ്പ് ഓൺ ഹിസ് വിഷൻ. ഈ റെവല്യൂഷണറി ഐഡിയയെ കുറിച്ച് പഠിക്കാൻ ഒരു വ്യക്തമായ കമ്മിറ്റി രൂപീകരിക്കാതെയോ അതുപോലെ പഠനങ്ങൾ നടത്താതെയോ ഗവൺമെന്റ് എടുത്ത ഈ തീരുമാനത്തെ എതിർക്കാനായി അവരെ ക്രിപ്റ്റോ കറൻസിയെയും ബ്ലോക്ക് ചെയിന്റെയും സാധ്യതയും ആവശ്യകതയും പറ്റി ബോധ്യപ്പെടുത്തുന്നതിനായി 2018 നവംബർ മുതൽ നിശ്ചൽ ഷെട്ടി ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോ എന്ന ഹാഷ്ടാഗുമായി ട്വീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഡിജിറ്റൽ വാർ ഏറ്റെടുക്കുന്നതിനായി ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അതുപോലെ ക്രിപ്റ്റോ സ്നേഹിക്കുന്ന എന്തൂസിയസ്റ്റും ഈ ഹാഷ്ടാഗ് ഏറ്റെടുത്തോടു കൂടി ഏകദേശം 303ാമത്തെ ദിവസം we found a hope. ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോയുടെ 303ാമത്തെ ട്വീറ്റിൽ രാജ്യസഭ MP മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് മറുപടി അയക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടേക്കുള്ള 150ഓളം ദിവസങ്ങൾ പ്രതീക്ഷകളുടെ പുൽനാമ്പുകൾ കണ്ടുകൊണ്ടേയിരുന്നു. ആരും അറിയാതെ പോയിരുന്ന ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് അതിനെ മുന്നോട്ടേക്ക് നയിച്ച നിശ്ചൽ ഷെട്ടിക്കും കൂടെ കൂടിയ വ്യക്തികൾക്കും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. 2020 മാർച്ച് 4 സുപ്രീം കോടതി വിധി വരികയാണ്. ക്രിപ്റ്റോ ഇസ് ഫ്രീ നൗ. ക്രിപ്റ്റോ കറൻസിക്ക് ഫ്രീഡം അനുവദിച്ചിരിക്കുകയാണ്. ആൻഡ് യെസ്, വി വോൺ. ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോ എന്ന ഹാഷ്ടാഗ് ഏറ്റെടുത്ത ഓരോ വ്യക്തികൾക്കും അന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ വാണ്ട്സ് ക്രിപ്റ്റോ അവിടെ അവസാനിച്ചില്ല. ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് there because he believed in cryptocurrency. He believed in blockchain technology. He believed that this technology can make India a super nation. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഒരു വലിയ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനും ലീഡ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള എനർജി ആർജിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 2018 നിന്നും 5 മില്യൺ യൂസേഴ്സിൽ നിന്ന് 15 മില്യൺ ക്രിപ്റ്റോ യൂസേഴ്സിലേക്ക് നയിച്ച നിശ്ചൽ ഷെട്ടിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ക്രിപ്റ്റോ കറൻസിക്ക് ഒരു പോസിറ്റീവ് റെഗുലേഷൻ അത്യാവശ്യമാണ്. CBDC സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വരുന്നതോടുകൂടി ക്രിപ്റ്റോ കറൻസി ഇന്ത്യക്ക് ഒരു പുതിയ ഫേസ് കൂടി നൽകാൻ പോവുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് പലരും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കാം, വാട്ട് ഡിഡ് ഐ ഡു ഫോർ ദ റെവല്യൂഷൻ ഓഫ് ക്രിപ്റ്റോ ഇൻ ഇന്ത്യ? ഞാൻ ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറിയതും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഞാൻ തീരുമാനിച്ചു. ഇതിലൂടെ ട്രേഡ് ചെയ്യാനും നല്ല രീതിയിൽ വരുമാനം സമ്പാദിക്കാനും തീരുമാനിച്ചു. എന്റെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു മെത്തേഡിനെ പരിചയപ്പെടുത്താനായി ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. വെറും 5 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏകദേശം 5000 ക്രിപ്റ്റോ ട്രൈബ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, യൂട്യൂബ് ചാനൽ അറൌണ്ട് 9000+ സബ്സ്ക്രൈബേഴ്സ്, ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം, വീക്കിലി ഗൂഗിൾ മീറ്റ്, workshop and much more. I was happily busy for the past months. Of course it was very hard, but എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ സ്നേഹിക്കാനും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകിയ ഒരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ കറൻസി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനും എനിക്ക് പ്രചോദനമായത് ഓരോ ദിവസവും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന മെമ്പേഴ്സ് തന്നെയായിരുന്നു. അതിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പറ്റം നല്ല സുഹൃത്തുക്കളും എന്റെ ക്രിപ്റ്റോ ട്രൈബ് ഫാമിലിയുമായിരുന്നു. ദിസ് ഹാപ്പിനെസ്, ദിസ് സക്സസ് ഈസ് യുവേഴ്സ്. ഐ നോ ഇത് വളരെ ചെറുതാണ്, നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. There is lot to do in this business. So Indian cryptocurrency revolution വേണ്ടി this is my contribution. The resolution for Indian crypto. I am here and proud to announce you
that, Crypto Tribe channel will also be available in English for a larger audience. So here is our Crypto Tribe English channel. Check out the description. Crypto Tribe Malayalam channel കൂടെ Crypto Tribe English channel കൂടി റൺ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. Because I strongly believe ഒരു larger audienceലേക്ക് നമ്മളുടെ അറിവുകളും ക്വാളിറ്റിയുള്ള കണ്ടന്റുകളും എത്തേണ്ടത് അനിവാര്യമാണ്. I am here to grow, to teach, to guide my fellow Indians to the crypto revolution. So let's learn and earn together. This is your Crypto Master signing off from Crypto Tribe. I will be seeing you every single day. Godspeed.